ഇത്രയ്ക്കും ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള പറ്റില്ല, ചെറിയ ഉള്ളി തന്നെ വേണം. അപ്പം സവാള ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ഈ പുളി നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി എടുക്കണം. ഒരു പച്ചമുളകാണ് ഇതിലെ എരിവ്, അല്ലാതെ നമ്മൾ മുളക് പൊടിയൊന്നും ഇത് ചേർക്കുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 വെളുത്തുള്ളി അല്ലി, അല്പം ശർക്കര. ഈ ശർക്കര വന്നിട്ട് നമ്മൾ ചേർക്കുന്നത് ഈ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരി, നമുക്കിത് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ഇതുപോലൊരു പാനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണിത്. വെളിച്ചെണ്ണയാണ് ഈ മുളക് വറുത്ത പുളിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുകിടാം. ഈ അളവിന് കടുകാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ വരും. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണിത്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഞാൻ എണ്ണ ചൂടായ സമയത്ത് ചേർക്കാത്തത്. ആ സമയത്ത് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇട്ടത്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും വെളുത്തുള്ളി അല്ലിയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ടൈമിൽ നമ്മുടെ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നേരത്തെ എണ്ണയിലിടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം കൊണ്ട്, ഈ ചെറിയ ഉള്ളി വഴണ്ട് വരുന്ന ടൈം കൊണ്ട് ആ വറ്റൽമുളക് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ചേർത്തത്. നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളം ഒന്ന് 2 മിനിറ്റ് നേരം തിളയ്ക്കണം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കുന്ന സമയം ഇതൊന്ന് അടച്ചു വയ്ക്കണം. മുളക് വറുത്ത പുളി അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര ചേർക്കുന്നത് ഈ പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്തതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ അല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിക്കാം. നമ്മുടെ മുളക് വറുത്ത പുളി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണിത്. പാലക്കാടിലേക്ക് പുളിങ്കറി എന്നും പറയാറുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ പെട്ടെന്നൊരു ഒഴിച്ചുകറി വേണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് വറുത്ത കറി റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.